സണ്ണി ജോസഫ് എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ച് കോൺക്രീറ്റ് ചെയ്ത ഇരിട്ടിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനം എംഎൽഎ സണ്ണി ജോസഫ് നിർവഹിച്ചു. പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയുടെ അധ്യക്ഷതയിൽ പേരാവൂർ നിയോജക മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റെയ്സ് കണിയാറക്കൽ, പി കുഞ്ഞൂഞ്ഞ്, തോമസ് വർഗീസ്, ഷിജി നടുപ്പറമ്പിൽ, കെ.എൻ. പത്മാവതി, ബിജു കരിമാക്കി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മനോഹരമായ പ്രദേശം, ഇരിട്ടി പട്ടണത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം. പക്ഷെ നിങ്ങൾ വേറെ ആരെയും അങ്ങോട്ട് വിളിക്കുന്നില്ല. ഈ കുന്നിൻ്റെ സുഖസൗകര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ നല്ല റോഡില്ല എന്നുള്ളതായിരിക്കും ഒരു വിഷയം. ഒരു പരിധിവരെ ഇത്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വരുന്ന ഭാഗം കുറച്ച് ഇനിയും മോശമുണ്ട്. അങ്ങോട്ട് കരുമാക്കി തീർന്നിട്ടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പരമാവധി ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് കരുമാക്കി ബിജുവിൻ്റെ ഒരു ആവശ്യം മാനിച്ചുകൊണ്ടാണ്. കാശിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പായം പഞ്ചായത്ത് വലിയ പഞ്ചായത്താണ്, ജനസംഖ്യ കൊണ്ടും വിസ്തൃതി കൊണ്ടും. പക്ഷെ പായത്ത് പൊതുവിൽ പല നല്ല റോഡുകളും മെയിൻ റോഡ് എന്ന നിലയിലുണ്ട്, മലയോര ഹൈവേ ഉണ്ട്. എന്നാൽ ഗ്രാമീണ റോഡുകൾ കൂടി നവീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും ചെറിയ വാഹനങ്ങളെങ്കിലും, സ്കൂളിൽ കുട്ടികൾ പോകുന്നത് ഒന്നുകിൽ സ്കൂൾ ബസ്സാണ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ. ചെറുപ്പക്കാർ എല്ലാവരും തന്നെ വാഹനങ്ങളുള്ളവരാണ്. കടം മേടിക്കാൻ സാധിക്കും വാഹനം, കാശില്ലെങ്കിലും വണ്ടി കടം കിട്ടും. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ടിരിക്കുക? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.